ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയെ കുരിശു വഹിക്കാൻ സഹായിച്ച ശിമിയോനെക്കുറിച്ചാണ്. ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് റോമൻ പട്ടാളക്കാരാൽ നിർബന്ധിക്കപ്പെട്ട് ശിമിയോൻ കുരിശു വഹിക്കുകയാണ്. ആ കുരിശുവഹനത്തെക്കുറിച്ച് ഒത്തിരി കഥകളും ചിത്രങ്ങളുമെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്. അത് ഇങ്ങനെയാണ്: ശിമിയോൻ കുരിശു വഹിച്ചപ്പോൾ അതിന് ഭാരം അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം കുരിശിൻ്റെ മറുഭാഗത്ത് ഒരു വശം ശിമിയോനും മറുവശം ഈശോയുമാണ് വഹിച്ചിരുന്നത് എന്നതുകൊണ്ട് ആ കുരിശിന് ഭാരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഒരു കഥയായിരിക്കാം. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന, വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു കഥയാണത്. കർത്താവ് എൻ്റെ കുരിശിൻ്റെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് എൻ്റെ കുരിശിൻ്റെ മറുവശത്തുണ്ടെങ്കിൽ എൻ്റെ കുരിശുകളെല്ലാം താരതമ്യേന എനിക്ക് വഹിക്കാൻ സാധിക്കുന്നതായിരിക്കും. എൻ്റെ കുരിശുകൾ എളുപ്പമായിരിക്കണമെന്നില്ല, എൻ്റെ കുരിശുകൾ വേദന കുറഞ്ഞതായിരിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ കുരിശിൻ്റെ കൂടെ ക്രിസ്തു ഉണ്ട് എന്നുള്ളത് അല്പം കൂടി ആത്മാർത്ഥതയോടെ, അല്പം കൂടി ത്യാഗത്തോടു കൂടി കുരിശിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. മനുഷ്യരായ നമ്മളെല്ലാവരും പലവിധ കുരിശുകളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഈ നോമ്പുകാലത്ത് നമ്മളെടുക്കുന്ന കുരിശുകളുടെ എല്ലാം മറുവശത്തോ കൂടെയോ ക്രിസ്തു ഉണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തിപരമായ വിളികൾ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം ചെറിയ ചെറിയ കുരിശുകളാണ്. ഉദ്ധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന കുരിശുകൾ. കർത്താവ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളെ ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് നയിക്കുന്ന കുരിശുകളാണ്. ഈ കുരിശുകളുടെ കൂടെ ക്രിസ്തു ഉണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.